മെഡിക്കൽ ടൂറിസത്തിന്റെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയ കെനിയയുടെ മുൻ പ്രധാനമന്ത്രി അദ്ദേഹം കാർഡിയാക് അറസ്റ്റ് വന്ന് കേരളത്തിൽ കൂത്താട്ടുകുളത്ത് വെച്ച് മരണമടഞ്ഞ ഒരു ദുഃഖകരമായ വാർത്തയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അദ്ദേഹം ഇന്ത്യയിൽ വന്നത് അദ്ദേഹത്തിന്റെ മകളുടെ കണ്ണിന്റെ ചികിത്സയ്ക്കായിട്ടാണ് എന്നാണ് നമ്മൾ വാർത്തകൾ കാണുന്നത്. ഇവിടെയാണ് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള മെഡിക്കൽ ടൂറിസം ഒരു വലിയ 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 ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ആഫ്രിക്കയിലെ കൺട്രികളിൽ നിങ്ങൾക്കൊരു വളരെ ചെറിയ ഒരു ഓഫീസ് ഓപ്പൺ ചെയ്താൽ മതി. നിങ്ങൾക്ക് അവിടുത്തെ VIP-കൾ, അവിടെ കാശുള്ള ആൾക്കാർ അവർ ചികിത്സയ്ക്ക് വേണ്ടി ഇന്ത്യയിലെത്താൻ, കാരണം ഇന്ത്യ അവർക്ക് അഫോർഡബിൾ ആയിട്ട് ചികിത്സ കിട്ടുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയിലേക്ക് എത്താൻ തയ്യാറായ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ ഇവിടെ എത്തിക്കുക, അവരെ ക്യാൻവാസ് ചെയ്യുക എന്ന പണി മാത്രം നമ്മൾ ചെയ്താൽ മതി. നമുക്ക് സ്വന്തമായി യാതൊരുവിധ ഹോസ്പിറ്റലും വേണ്ട. കാരണം ഇന്ത്യയിലെ ഹോസ്പിറ്റൽസുമായി നിങ്ങൾ നേരിട്ടൊന്ന് സംസാരിച്ച് നോക്കൂ. അവർക്ക് പേഷ്യൻസിനെ കിട്ടുന്ന കാര്യമാണ്. അവർക്ക് ഹോസ്പിറ്റലിൽ അത് വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളെ സ്വീകരിക്കും. മെഡിക്കൽ ടൂറിസം വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു സൂപ്പർ ബിസിനസ് ആണ്. ഇതൊരു സേവന മേഖല കൂടിയാണ്. എന്നാൽ കോടാനുകോടികൾ നിങ്ങൾക്ക് സമ്പാദിക്കുകയും ചെയ്യാം. ഇതാണ് മെഡിക്കൽ ടൂറിസം.